അപ്പം ലക്സംബർഗിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ദൂരെ കാണാം അതിൻ്റെ ലക്സംബർഗിൻ്റെ ഫ്ലാഗ് ഇങ്ങനെ ഓടിക്കളിക്കുന്നു. അപ്പം അങ്ങ് ദൂരെ ഒരു മോണമെൻ്റ് ഓഫ് റിമംബറൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു അങ്ങ് ദൂരെ മുകളിലായിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ചർച്ചിൻ്റെ കൂമ്പാരം കാണാം. അതുകൂടാതെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, എന്തുവാണെന്നറിയില്ല. അപ്പോൾ ഇവിടെ കാണാം ട്രാമിൻ്റെ പാളം, തൊട്ടപ്പുറത്ത് പബ്ലിക് കാറുകൾക്ക് പോകുന്നതിനുള്ള പാളം. അപ്പം ഒരു ട്രാമിങ്ങിന് തൊട്ടപ്പുറത്തെ പാളത്തിൽ കൂടെ പോകുന്ന കാഴ്ച കാണാം. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇപ്പോൾ സമയം 7:30 അതങ്ങനെ ആ ക്ലോക്കിൽ കാണിക്കാം. ഇപ്പോഴും നല്ല വെയിലാണ് ഇവിടെ. ഇപ്പം ലക്സംബർഗിലെ കാറുകളൊക്കെ അതിൻ്റെ ചിഹ്നമാണ്. യൂറോപ്യൻ യൂണിയൻ എംബ്ലമുണ്ട്. അതുകൂടാതെ എല്ലെന്ന് നമുക്ക് കാണാം സൈഡിലായിട്ട്. അപ്പോൾ എന്തിൻ്റെ പ്രൊട്ടസ്റ്റാണെന്നറിയില്ല. അവിടെ ഇപ്പം പോലീസുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ വലിയ ബഹളമൊന്നുമില്ല. ഒരു കൊടിയൊക്കെ ആയിട്ട് വന്നിട്ട് എന്തൊക്കെയോ മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ട് അവരിങ്ങനെ പോകുന്നു. കുറച്ച് നേരം അവിടെ കുത്തിയിരിക്കുന്നുണ്ട്. റോഡിലാണ്. ആ സമയം അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഈ സമയം അവർക്ക് ദേഷ്യം വന്നിട്ട് ഓൺ അടിക്കുന്നുണ്ട്. അതിൻ്റെ ബോർഡൊക്കെ അവരുടെ ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അപ്പോൾ അവരുടെ ഫ്രീഡം പാലസ്തീൻകാരാണ് കേട്ടോ. അപ്പോൾ പിന്നെ പാലസ്തീൻ്റെ ആൾക്കാരാണ്. സോറി, എനിക്ക് അത് അതിൻ്റെ ബോർഡ് കണ്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ ബ്രിഡ്ജുകൾ കാണുന്നത് തന്നെ നല്ല രസമാണ്. ഇവിടെ വേണ്ട ഒരു ലവിൻ്റെ ചിഹ്നമൊക്കെ വരച്ചിട്ട് അതവരുടെ പരസ്യമാണെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ മറ്റൊരു ബ്രിഡ്ജ്. അത് കാണുന്നതിന് തന്നെ നല്ല ഒരു ചെറിയ രാജ്യമാണെങ്കിലും വളരെ വൃത്തിയായിട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ രാജ്യം ഇത് സംരക്ഷിച്ചിരിക്കുന്നത്. ഇവിടുത്തെ രാജ്യത്തിന് വേണ്ടി പൊരുതിയവർക്കുള്ള ഒരു സ്മാരകമാണ്. മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, അത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, മലയാളത്തിൽ പറയുന്നതല്ലേ ഉള്ളൂ. അതിൻ്റെ അത് ദൂരെ നിന്ന് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. അടുത്ത് വന്നുള്ള ധാരാളം പേര് ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു സ്പോട്ടാണ്. ലക്സംബർഗിൽ വന്ന് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം ഇരുന്നാലും നമുക്ക് മതി വരില്ല. വളരെ കമാൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്തായാലും ദൂരെ ഒരു ചർച്ചുണ്ട്. പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണെന്നുള്ളത് മനസ്സിലായി കോഴിയുടെ ഇത് കണ്ടപ്പോൾ. അത് വളരെ മനോഹരമായ ചർച്ചാണ്. അതിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല. ധാരാളം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ധാരാളം ബസ്സുകൾ പോകുന്ന കാഴ്ചകൾ കാണാം നമുക്ക്. മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച ആ ബ്രിഡ്ജാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടെ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇലക്ട്രിക് ബസ്സുകളാണ് ഇവിടുത്തെ. ലക്സംബർഗിൻ്റെ പതാകയാണ്. പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പുറകിൽ കാണാം ഇലക്ട്രിക് ബസ്സുകളാണ്. മനോഹരമായ ഒരു സായാഹ്നമാണ് ലക്സംബർഗിൽ നിന്ന് കിട്ടിയത്. വളരെ സന്തോഷം. ആ ചെറിയ രാജ്യം പോലെ ചെറിയ രാജ്യവും വലിയ സന്തോഷവും, അതാണ് ലക്സംബർഗ് എന്ന് പറയുന്നത്. ഒരു കണ്ടിരിക്കേണ്ട രാജ്യമാണ്. താങ്ക് യു.